PMSCB Smart Mart 40 feet road പള്ളുരുത്തി. നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു PMSCB Smart Mart 40 feet road പള്ളുരുത്തി. 3000 മത്സരങ്ങൾക്ക് വിസിലൂതി റെക്കോർഡിട്ട പറക്കുന്ന ഫ്രീ എന്ന MM സലീമിനെ കൊച്ചി പൗരാവലി ആദരിച്ചു. വെസ്റ്റ് കൊച്ചി കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കായിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച 3000ന്റെ റെക്കോർഡിന് തിളക്കം കൈവരിച്ച MM സലീമിന് കൊച്ചി പൗരാവലി ആദരവ് നൽകി. തൊപ്പമ്പടി BM സെന്ററിൽ നടന്ന പരിപാടിയിൽ ആന്റണി പള്ളുരുത്തി ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത്. ചടങ്ങിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ രാജീവ് പള്ളുരുത്തി സ്വാഗതം ആശംസിച്ചു. നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ച് കലാ സാംസ്കാരിക കായിക രംഗത്തിൽ നിൽക്കുന്നവരെ എന്നും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രദേശമാണ് കൊച്ചി. യുവതലമുറകൾക്കും പഴയ ഓർമ്മകൾ ഇവിടെ കലാരംഗത്ത് നിൽക്കുന്നവരുടെ ആണെങ്കിലും കായിക രംഗത്ത് നിൽക്കുന്നവരുടെയും അവരുടെ പിന്തുണക്കാർ സ്വാഗതസംഘം ചെയർമാൻ സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിനോടുള്ള കാര്യങ്ങളെല്ലാം എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. ഇപ്പോൾ രാവിലെ മുതൽ ഒരു കൺഫ്യൂഷനായിരുന്നു, ഈ പരിപാടി മാറ്റി വെക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ എല്ലാവരും ഭൂരിഭാഗം സംഘടനകളും പറഞ്ഞു ചെറിയ രീതിയിൽ നമുക്ക് വളരെ മറ്റുള്ള രീതിയിലുള്ള എല്ലാം ഒതുക്കിക്കൊണ്ട് ആദരവ് മാത്രമാക്കി ചെറിയ രീതിയിൽ പരിപാടി ഒതുക്കണം എന്നുള്ള മൊത്തത്തിലുള്ള അഭിപ്രായം. വെസ്റ്റ് കൊച്ചി കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി ഷംസു യാക്കൂബ് ആമുഖ പ്രസംഗം നടത്തി. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PS ഗോപിനാഥൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആരെല്ലാം അദ്ദേഹത്തെ സമീപിക്കുന്നുവോ അവരെ ബെസ്റ്റ് പെർഫോമർ ആക്കുക എന്നുള്ളതാണ് സലീമിൻ്റെ ലക്ഷ്യം. അതാണ് കാര്യം. നമുക്കും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാവുന്നൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ആളുകൾക്കും നമ്മുടെ ഒപ്പം കഴിവുണ്ടാകുകയില്ല. അങ്ങനെ കഴിവില്ലാത്തവരെ കൈപിടിച്ച് ഉയർത്തി നമ്മോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ്. 1979 വർഷം ഒന്നാണ് ഞാൻ ആദ്യമായിട്ട് റെഫറി ചെയ്യാൻ തുടങ്ങി. അന്നൊരു ജില്ലാ ജിംനാസ്റ്റിക് മത്സരം നടക്കുമ്പോൾ സാധാരണ ജില്ലാ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ തിരുവനന്തപുരത്തൊക്കെയാണ് ആളുകൾ വരാറ്, റെഫറി ചെയ്യാൻ ആൾ വരാറ്. അപ്പൊ അന്ന് നാരായണ കോച്ചുണ്ട് തിരുവനന്തപുരത്ത്, അദ്ദേഹം വന്ന് എത്തിയില്ല. അപ്പൊ നമ്മുടെ തൃപ്പൂക്കർ കളരി സംഘത്തിന്റെ ഗഫൂർഗുരിക്ക് വന്ന് എന്നോട് എന്നെ കണ്ടിട്ട് ഈ പയ്യനെ ഓഫീസിലേക്ക് പറഞ്ഞു. കാരണം ഞാൻ നല്ല എനർജി വരുന്നു. അപ്പൊ ആ ഒരു ബേസിലാണ് ആദ്യമായിട്ട് ഞാൻ ആ ഗഫൂർഗുരിക്ക് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. MM സലീമിനുള്ള പ്രശസ്തി പത്രം NKM ഷെരീഫ് വായിച്ചു. MM സലീമിന് ഉപഹാരം സമർപ്പിച്ചത് ജസ്റ്റിസ് PS ഗോപിനാഥനാണ്. അന്തർദേശീയ ഫുട്ബോൾ താരം PP തോബിയാസ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബലാൽ, കൗൺസിലർ CL രഞ്ജിത്ത് മാസ്റ്റർ, KB സലാം, VU ഹംസക്കോയ, അനീഷ് കൊച്ചി തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ജ്യേഷ്ഠ സഹോദരൻ, അങ്ങനെ പല രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ശ്രീ MM സലീമിന് കൊച്ചി പൗരാവലി ആദരിക്കുകയാണ്. ഞാൻ പത്രപ്രവർത്തന രംഗത്തൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഈ പത്രപ്രവർത്തന രംഗത്ത് വേറെ പ്രത്യേകിച്ച് ഗുരുക്കളൊന്നുമില്ല. എനിക്ക് ഈ സലീമായി എനിക്ക് അറിയാവുമെങ്കിലും കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് കുറേ നേരം സംസാരിക്കുകയും ചെയ്തിട്ട് ഞാൻ ആദ്യമായി ചെയ്ത സ്റ്റോറി MM സലീമിന് പത്രമേഖലയിൽ വന്നിട്ട് ആദ്യമായി ചെയ്ത സ്റ്റോറി MM സലീമിന്റെ ഗുസ്തി കുടുംബം റെക്കോർഡിലേക്ക് എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടിയാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റോറി ചെയ്തത്. അപ്പൊ ആ അർത്ഥത്തില് MM സലീമും ഈ മേഖലയിൽ ഒരു ഗുരുവായിട്ട് മാറി. ഒരുപാട് ഉയരങ്ങളില് അദ്ദേഹം എത്തിത്തട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് ശിക്ഷ ഗണങ്ങള് ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മാതൃകയും വഴികാട്ടിയും നിർദ്ദേശവും നൽകി അദ്ദേഹം നമ്മളെ എല്ലാവരെയും പ്രബോധരാക്കുന്ന ഒരാൾ തന്നെയാണ്. എൻ്റെ ഒരു സഹോദര തുല്യനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ എപ്പോഴും കാണുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതെന്ന് പറയും, വിമർശനമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ വിളിച്ച് പറയുകയും അത് കറക്റ്റ് ചെയ്യാൻ. ന്യൂസ് ബ്യൂറോ തൊപ്പമ്പടി.